ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അനു. ഞാനൊരു ഹിപ്നോട്ടിക് കൗൺസിലർ ആൻഡ് വെൽനസ് കോച്ചാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും എന്തുകൊണ്ട് വർക്കാവുന്നില്ല എന്നതാണ്. പലരും പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും വെറും തട്ടിപ്പാണ്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ സയൻസ് നിങ്ങൾക്കറിയുമോ? നമുക്കിന്ന് പരിചയപ്പെടാം. ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും എന്തുകൊണ്ടാണ് വർക്കാവാത്തത്? അത് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുറച്ച് മഷി ഒഴിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സാണ് സങ്കല്പിക്കുക. നിങ്ങളുടെ മനസ്സ് കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ അനുഭവിച്ച പല വിഷമങ്ങളും പല ട്രോമാസും കൊണ്ട് കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. അതിലേക്കാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും വെച്ച് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. ഇതിൽ നമുക്ക് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും സങ്കല്പങ്ങളും ഒന്നും നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നില്ല. നമുക്കത് വിസിബിളായി കാണുന്നില്ല. കാരണം നമ്മുടെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന മനസ്സാണ്. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന ട്രോമകളും സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള പല പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മൾ പലരും. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടാതെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന് പിന്നാലെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നത് നോക്കിയാലോ. നമ്മുടെ കറങ്ങി മറിഞ്ഞ് കിടക്കുന്ന മനസ്സിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഞാനിവിടെ ഒരു പെട്രോൾ ഡിഷ് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, വെള്ളം ഒഴിക്കുമ്പോൾ അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന മനസ്സിനെ നമ്മൾ പലവിധ ഹീലിംഗ് ടെക്നിക്കുകളിലൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ വെള്ളമൊഴിച്ച് പെട്ടെന്ന് കളറ് പോകുന്ന പോലെ എളുപ്പമല്ല. കാരണം മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അത് കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നവരാണ്. അപ്പം അതിന് കുറച്ച് സമയമെടുക്കും. നമ്മുടെ മനസ്സിനെ നമ്മൾ ഹീലിംഗ് ടെക്നിക്കുകൾ വഴി ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ നമ്മുടെ ഗ്ലാസ്സിലെ മഷിയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് നേരത്തെ വരുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ? ഇത് നമ്മൾ ഇതിൽ കാണിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് സമയമെടുത്ത് മാത്രം പരിഹരിക്കപ്പെടേണ്ടതാണ്. അപ്പം അതിനുള്ള ക്ഷമയും സഹനശക്തിയൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. എന്നാലാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും എല്ലാം വാട്ടർ മാനിഫെസ്റ്റേഷനിലൂടെയോ 396 മെത്തേഡ് വഴിയോ, പലതരം മെത്തേഡുകൾ നമുക്കിന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏത് മെത്തേഡ് വഴിയായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കി നോക്കൂ. ഇപ്പോൾ വന്ന വ്യത്യാസം നോക്കി നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നല്ല ഭംഗിയിൽ വന്ന് കിടക്കുന്നത് കാണുന്നില്ലേ? അതുകൊണ്ടാണ് പലർക്കും ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും വർക്കായിട്ടും നമുക്ക് വർക്കാവുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലായില്ലേ? കാരണം ഈ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും വർക്കാവുന്നവർ അവരുടെ മനസ്സിനെ ഹീല് ചെയ്തവരാണ്. അവരവരുടെ ഇമോഷൻസിനെ ഫിസിക്കൽ കണ്ടീഷൻസൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന് മനസ്സിനെ ഒരു സന്തുലിതാവസ്ഥയിലെത്തിയതിന് ശേഷം മാത്രമാണ് അവർ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും പിന്നാലെ പോകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വർക്കാവുന്ന കാര്യം നമ്മളിൽ വർക്കാവാത്തത്. നമ്മൾ നമ്മുടെ ഹീലിങ്ങിലും നമ്മുടെ പ്രശ്നങ്ങളിലും ശ്രദ്ധിക്കാതെ അത് പരിഹരിക്കപ്പെടാതെ ലോ ഓഫ് അട്രാക്ഷനെയും മാനിഫെസ്റ്റേഷനെയും പിന്നാലെ പോയാൽ എന്താണ് ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സെൽഫ് ഹീലിങ്ങിന് പ്രാധാന്യം കൊടുക്കുക. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വിദഗ്ധരായ ആൾക്കാരുടെ ഉപദേശമോ നിർദ്ദേശമോ നേടാം.